മൈദ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ ആൾക്കനുസരിച്ച് അങ്ങനെ എടുക്കട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. പിന്നെ കരിഞ്ചീരകം ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കരിഞ്ചീരകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുപ്പില്ലാത്ത ബട്ടർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 1 ഏലക്കൻ്റെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കൻ്റെ പൊടിയുള്ളതെന്ന് വെച്ചാൽ ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഏലക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ മിക്സാക്കി എടുക്കാം. ഇതേപോലെ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ രാവിലത്തെ ചായക്കടിയായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതാ അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മൈദപ്പൊടി കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതിയാവും കേട്ടോ. ഇതിലേക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ്. പിന്നെ ഈ ഒരു പാല് ഞാൻ ചൂടാക്കിയതാണ് കേട്ടോ. അധികം ചൂട് വേണ്ട. നമ്മളിപ്പോൾ കൈ കുത്താനുള്ള ഒരു പാകത്തിനുള്ള ചൂട് ഇട്ടാൽ അത്രയും മതിയാവും. എന്നിട്ട് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്ത്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. പാല് വേണ്ടാത്തവർക്ക് ഇളം ചൂടുള്ള വെള്ളത്തിലും ചെയ്തെടുക്കട്ടോ. അപ്പം കൈ കുത്താൻ പാകത്തിനുള്ള ചൂടായിരിക്കണേ, അധികം ചൂട് ഉണ്ടാവരുത് കേട്ടോ. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് എടുത്തിട്ട് ഈ ഒരു മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരമണിക്കൂറിന് ശേഷം ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചതിന് ശേഷം വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമ്മളിപ്പം പൊറാട്ടക്കൊക്കെ മാവ് കുഴക്കുന്നില്ലേ, അതിനെക്കാട്ടും അഴിഞ്ഞിട്ടാണ് കേട്ടോ വേണ്ടത്. നമ്മളിത് കുഴച്ചെടുത്താൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പം നല്ലോണം നമ്മളിങ്ങനെ കൈ വെച്ച് കുഴക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ടം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുഴച്ചിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടിയിരുന്നു കേട്ടോ. കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കുഴച്ചെടുത്താൽ നല്ലോണം കൈവച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കുറേ നേരം കുഴക്കണം കേട്ടോ, എന്നാലത് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഇതൊന്ന് മൂടി വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആയിക്കോളൂ. അപ്പോൾ ഇതാ ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇത് കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിൽ അടിയിലാക്കിയാൽ മതി കേട്ടോ. ഇനി പത്തിരിപ്പാലമ്മയിലേക്ക് നമുക്കിത് കുറച്ച് മൈദപ്പൊടി ആക്കി കൊടുക്കാം. ഞാൻ ഓയിലാക്കിയില്ല കേട്ടോ, കുറച്ച് മൈദപ്പൊടിയാണ് ആക്കി കൊടുത്തത്. ഇനി ഇത് ഈ ഒരു മൈദേൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയെന്ന് വെച്ചാൽ തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ആ മൈദപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയില്ല. ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ 4 ഉരുളകളാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇതേപോലെ ആക്കിയെടുത്താൽ മതി. കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല, പക്ഷെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അതിനാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇനി ഇത് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കുന്നുണ്ട്.
അധികം നല്ലോണം കട്ടിയും പാടില്ല, അതുപോലെ തന്നെ അധികം നൈസും ആക്കിയിട്ട് പരത്തരുത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഈ ഒരു കട്ടിക്കാണ് പരത്തേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കേ. നിങ്ങൾക്കിത് വേണമെങ്കിൽ ആവിച്ചമ്പിൽ ആവി കയറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഓവൻ്റെ അകത്ത് അങ്ങനെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്താൽ മതി. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതേപോലെ നല്ല വീർത്ത് പൊള്ളിച്ച് വരും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്.